അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഇന്ന് നിയമസഭയിൽ സ്പീക്കർ സഹി കെട്ടിട്ട് പറഞ്ഞു, ഭരണപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങളൊരു നോട്ടീസ് നൽകൂ, ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അവിടെയും അവർക്ക് മറുപടിയില്ല. സാധാരണഗതിയിൽ നിയമസഭ വാക്കൗട്ട് നടത്തിയതിനു ശേഷം സഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളെ കാണുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പതിവാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വാക്കൗട്ടിന് ശേഷം അല്ലെങ്കിൽ ബഹിഷ്കരണത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നില്ല. ഇവർ ഒളിച്ചോടുകയാണ് ശ്രീ അനിൽകുമാർ. ഇവർക്ക് പറയാനൊന്നുമില്ല, ഇവർക്ക് വാക്കുകളില്ല. ഇന്നലെ ഹൈക്കോടതി എടുത്ത് വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അനിൽകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ബഡ്ജറ്റ് സമ്മേളനത്തിൽ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് ഏത് കാര്യങ്ങളും പറയാം, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാം, മാനനഷ്ട കേസ് യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ല. നിയമസഭയിൽ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾക്ക് ഭരണപക്ഷത്തിന് മറുപടി പറയാൻ സൗകര്യമുണ്ട്. 10 കൊല്ലം അധികാരത്തിലിരുന്ന 1-2 പിണറായി സർക്കാരുകളുടെ കാലത്തെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ, നിയമസഭാ സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി, ഏതെങ്കിലും ഒരു വകുപ്പിനെതിരായി ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചോ? ബഡ്ജറ്റ് പാസ്സാക്കുന്ന ഘട്ടത്തിൽ ഇന്ന വകുപ്പിൽ ഇന്ന കുറവുണ്ട് എന്ന് പറയാൻ ആ ചർച്ചയ്ക്ക് തയ്യാറായോ? എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്? ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ ശബരിമല എന്ന് കേട്ടാൽ സോണിയാഗാന്ധി എന്ന മറുപടി കിട്ടും. UDF ശബരിമല എന്ന് കേട്ടാൽ സോണിയാഗാന്ധിക്കൊപ്പമുള്ള കള്ളന്മാരുടെ ചിത്രം ഉയർന്നു വരും. മാത്രമല്ല, ഇപ്പോൾ ഹൈക്കോടതിയും പ്രതിപക്ഷത്തിന് ചതുർത്ഥിയായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. കെട്ടുകഥകൾ അഴിമതി ആരോപണങ്ങളാക്കി മാറ്റി കോടതിയിൽ കേസുമായി വന്നു. ആ പ്രതിപക്ഷ നേതാവ് എന്താണ് ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞത്? വായി തോന്നിയത് ഒരു ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പൊ നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട പി രാജീവ്, മറ്റു മന്ത്രിമാർ VD സതീശന്റെ എല്ലാ വാദങ്ങളെയും പൊളിച്ചടുക്കി. ഒരു നിമിഷം പോലും ആയുസുണ്ടായില്ല. പ്രതിപക്ഷ നേതാവിന് മന്ത്രിമാർ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, മന്ത്രിമാരെ എന്തിനാണ് മറുപടി പറയാൻ അനുവദിക്കുന്നത്? ഏത് ചട്ടപ്രകാരമാണ്? അപ്പൊ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നൊരു ചോദിക്കുകയുണ്ടായി, നിങ്ങൾ നിയമസഭയിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ ഏത് ചട്ടപ്രകാരമാണ്? എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം? ഡെസ്കിന്റെ മേലെ ചാടിക്കയറലാണെങ്കിൽ ഹൈക്കോടതിയുടെ ബെഞ്ചിന്റെ മേലെയല്ലേ ചാടിക്കയറേണ്ടത്? അവര് പ്രതിപക്ഷത്തോടാണ് പറഞ്ഞത്, നിങ്ങൾ ചാടിക്കളിക്കണ്ട, നിങ്ങൾ ചാടേണ്ട കാര്യമില്ല. ശബരിമല എന്ന് പറയുന്നത്, ദേവസ്വത്തിന്റെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായും ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടാധികാരമുള്ള സ്ഥാപനമാണ്. ഇപ്പോഴല്ല, 1948 മുതൽ, ഈ സർക്കാരിന്റെ കാലത്തല്ല. അവിടെ തന്ത്രിയെ നിയമിക്കുന്ന സർക്കാരല്ല, തന്ത്രി കൊണ്ടുവരുന്നവരെ നിയമിക്കുന്ന സർക്കാരല്ല. തന്ത്രി പോറ്റിയായി വന്നപ്പോൾ ഒരു പോറ്റിയെ ഞങ്ങളാരും ഇടതുപക്ഷ നേതൃത്വം ശബരിമല കയറ്റിയില്ല. ആ പോറ്റിയെ സ്പോൺസർ പോറ്റിയാക്കി മാറ്റി. 2017 അവിടുത്തെ അയ്യപ്പ വിഗ്രഹം, പഴയ വിഗ്രഹം മാറ്റിയപ്പോൾ പുതിയ വിഗ്രഹം ഉണ്ടാക്കിയ ഘട്ടത്തിൽ പഴയ വിഗ്രഹത്തിന്റെ ലോഗോ ഉപയോഗിച്ച് നിർമ്മിച്ച മണി പോലും ഈ പോറ്റിയെ ഏൽപ്പിച്ചു കൊടുത്ത ബിരുദന്മാരാണ്. അത് ഏത് കൊല്ലമാണ്? 2017 തന്നെ ഉത്തരവിറക്കിയ ദേവസ്വം ബോർഡാണിത്. ആ പോറ്റിയെ സർവാധികാരിയാക്കി മാറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ കൊണ്ട് ജയിച്ചവര് ശബരിമലയിൽ സ്വർണം കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തടയാനാണ്. കൃത്യമായി ഉത്തരം പറയണം. എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ 3 കള്ളന്മാരുമായി 2 കോൺഗ്രസ് എംപിമാർ പോയത്? UDF കൺവീനർ അടക്കം. അതിന്റെ ഉത്തരം പറയാതെ, ഉത്തരം പറയിക്കാതെ കേരളം അടങ്ങില്ല. അതുകൊണ്ട് ശബരിമലയിൽ നിന്ന് കേട്ടാൽ സോണിയാഗാന്ധി എന്ന് ആളുകൾ ഓർക്കുന്ന തരത്തിലേക്ക് ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം തന്നെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ അനിൽകുമാർ, ഇതിപ്പോ പ്രതിപക്ഷ നേതാവ് രാവിലെ എണീറ്റാൽ കനകോലുവിന്റെ ചിത്രത്തിന് മുന്നിൽ ഒന്ന് കുമ്പിട്ട് തൊഴുതിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇറങ്ങുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അപജയം, അതിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ കനകോലുവിനെ പിടിച്ച് പ്രതിപക്ഷ നേതാവ് ആക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഇച്ചിരിയും കൂടെ വൃത്തിയെന്ന് തോന്നുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ്. ഒരു സ്ട്രാറ്റജിയും ഇല്ലാതെ ആരോ പറയുന്നതനുസരിച്ച് തുള്ളുന്ന പാവകളായി കേരളത്തിലെ പ്രതിപക്ഷം മാറുകയല്ലേ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു വാക്കുപയോഗിച്ചു, നറേറ്റീവ്. ഞങ്ങളുടെ നറേറ്റീവിലൂടെയാണ് കേരളം ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. അതിനർത്ഥം എന്താണ്? യാഥാർത്ഥ്യങ്ങളിലൂടെയല്ല,
നിർമ്മിക്കപ്പെട്ട ദേശീയപാതകൾ, നിർമ്മാണത്തിലിരിക്കുന്ന മലയോര പാതയും തീരദേശ പാതയും തുരങ്കപാതയും, രാജ്യത്തിന്റെ തന്നെ അഭിമാനകരമായി മുന്നേറുന്ന അതിദാരിദ്ര്യമുക്ത കേരളം, 5 ലക്ഷം ലൈഫ് മിഷൻ വീടുകൾ, ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ഡിജിറ്റൽ സയൻസ് പാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക സൗകര്യത്തിൽ തന്നെ ഇടപിടിച്ചിട്ടുള്ള ജലമട്ടം, ഇതൊക്കെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നറേറ്റീവ്സ് ഉണ്ടാവും. എന്താണ് നറേറ്റീവ്? അത്തരമൊരു നറേറ്റീവാണ് നമ്മൾ കേട്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ SIR കേരളത്തിൽ നടപ്പാക്കുന്നു, പിണറായി നടപ്പാക്കുകയാണ് നിർബന്ധപൂർവ്വം മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ. അതാണ് മുസ്ലിം ലീഗിന്റെ നറേറ്റീവ്. ഈ നറേറ്റീവ് പ്രചരിപ്പിക്കലാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ബലത്തിലാണ് ജയിക്കാൻ പോകുന്നത്. എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? കേരളത്തിൽ ഒരു മാധ്യമത്തിനും ഞെട്ടലുണ്ടായില്ല. ഞങ്ങൾ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല, നറേറ്റീവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ ആഖ്യാനമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇതെല്ലാം പൊളിഞ്ഞു പാളിച്ചാകും. പ്രതിപക്ഷത്തിന്റെ എല്ലാ അജണ്ടകളും പൊളിഞ്ഞു പാളിച്ചാവും. നന്ദി അനിൽകുമാർ പ്രതികരിച്ചത്.